നമസ്കാരം. നമുക്കറിയാം, ജി സുധാകരൻ എന്ന നേതാവ് നിർഭയം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ്. ഇന്നലെയും ഒരപ്രിയ സത്യം, പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ബോംബ്, രമേശ് ചെന്നിത്തല വേദിയിലിരിക്കെ തന്നെ സുധാകരൻ പൊട്ടിക്കുകയുണ്ടായി. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ആലപ്പുഴയിൽ CPM-നുള്ള ചെല്ലുമായി ചേർന്ന് കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക. ഇത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണ്, അവസരവാദമാണ്, അഴിമതിയിലൊക്കെ വഴിവെക്കുകയാണ്. അഴിമതിക്കാർ തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കേട്ടല്ലോ, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കോൺഗ്രസും CPM-ലെ ചില നേതാക്കളും തമ്മിൽ ഉണ്ട് എന്നാണ് ജി സുധാകരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആലപ്പുഴയിൽ മാത്രമല്ല ഉള്ളത്, ഇത് കേരളത്തിലുടനീളമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് ഏറ്റവും സംശയമുള്ളൊരു കാര്യമാണ് TP വധക്കേസിലെ അന്വേഷണം എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ശരിയായ ദിശയിലായിരുന്നു അന്വേഷണം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു പോയിന്റിലെത്തിയപ്പോൾ പെട്ടെന്ന് തിരുവഞ്ചൂരിനെ ആഭ്യന്തരമന്ത്രി പദവിയിൽ നിന്ന് മാറ്റുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുന്നു. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആ അന്വേഷണം ചെന്ന് നിൽക്കുകയാണ്, ഒരു പോയിന്റിൽ ചെന്ന് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ അന്വേഷണം പോയിട്ടില്ല. അപ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു സംശയമുണ്ടായിരുന്നു, ഏതോ ഒരു കൊലകൊമ്പനെ അല്ലെങ്കിൽ ഏതോ ഒരു പ്രമുഖനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണോ മന്ത്രിയെ പെട്ടെന്ന് മാറ്റിയതെന്ന്. ആ സംശയമാണ് ഇപ്പോൾ വീണ്ടും ബലപ്പെടുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ജനങ്ങൾ വിചാരിച്ചു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ നാട് മുടിപ്പിച്ചവർക്കെതിരെ ശക്തമായ അന്വേഷണം UDF സർക്കാർ പ്രഖ്യാപിക്കുമെന്ന്. എന്നാൽ ഒരു വാക്ക് പോലും ആ ഒരു വിഷയത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് വെറും ഒരു ആരോപണമല്ല, അതാണ് സത്യം എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ഈ കൂട്ടുകെട്ട് അത് അവിശുദ്ധമാണെന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അത് രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെയാണെന്നോ അങ്ങനെയൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. നിങ്ങളുടെ പ്രതിബദ്ധത ജനങ്ങളോടാണ്, ജനങ്ങളോടാവണം. എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉള്ള കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ച് ഈ നാട് മുടിപ്പിച്ച അധമന്മാർക്കെതിരെ ശക്തമായ നടപടി പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും.